Dear students, in this video, we are going to discuss the second standard, Accounting Standard 2, Valuation of Inventory. This standard became mandatory on 1st April 1999. So the effective date of this standard is 1st April 1999. For the better understanding of this standard, we will learn this standard through some questions. നമ്മൾ ചില ചോദ്യങ്ങളിലൂടെയാണ് ഇന്ന് ഈ സ്റ്റാൻഡേർഡ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഓർ വൈ ദി സ്റ്റാൻഡേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇൻവെൻട്രി എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഒരു അസറ്റാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ ഒരു അസറ്റാണ്. ക്ലോസിംഗ് ഇൻവെൻട്രി നമ്മുടെ ഒരു അസറ്റാണ്. This standard is very, very important because inventory, the closing value of inventory has got a direct impact on the profit or loss of a business entity. ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിൽ ക്ലോസിംഗ് ഇൻവെൻട്രി അത് എത്രയാണ് അതിൻ്റെ വാല്യൂവിന് ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദി സ്റ്റാൻഡേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ ബിസിനസ് എൻറ്റിറ്റി. നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. സപ്പോസ് ദാറ്റ് എ ഫ്രൂട്ട് മെർച്ചന്റ് ഇൻ കൊച്ചിൻ പർച്ചേസ്ഡ് 1000 kilograms of oranges from a farmer in Ooty. 1000 kilogram ഓറഞ്ച് പർച്ചേസ് ചെയ്തു. He also paid ₹1,000 as agent's commission. So his total expenses will come to 11,000. 11,000 അദ്ദേഹത്തിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് വരിക ഇതിൻ്റെ പർച്ചേസുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തിന് എക്സ്പെൻസ് 11,000 ആണ്. He sold 700 kilograms of oranges at a price of ₹15. സെല്ലിംഗ് പ്രൈസ് 15 രൂപയാണ്. So he got 10,500. So his total revenue is 10,500 and his total expenses is 11,000. അപ്പോൾ അങ്ങനെ നമുക്ക് റവന്യൂ 10,500 ആണ്, കോസ്റ്റ് 11,000 ആണ്. അപ്പോൾ നമുക്കൊരു 500 rupees ലോസ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? കാരണം ഈ റവന്യൂവും ഈ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം അത് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ അക്കൗണ്ടിങ്ങിലെ മാച്ചിങ് കോൺസെപ്റ്റിന്റെ വയലേഷൻ ആണ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്താ പറയുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. റവന്യൂ ആൻഡ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ദാറ്റ് റവന്യൂ ഷുഡ് ബി കമ്പയർഡ്. ഒരു റവന്യൂവും ആ റവന്യൂ ഉണ്ടാക്കാനുള്ള കോസ്റ്റും തമ്മിൽ മാത്രമാണ് കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ 10,500 700 യൂണിറ്റ്സിന്റെ ഇന്ന് കിട്ടിയ റവന്യൂ ആണ്. പക്ഷെ നമുക്ക് 11,000 എന്ന് പറയുന്നത് 1000 kilograms കോസ്റ്റ് ആണ്. അപ്പൊ ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ 1000 kilogram, ഇവിടെ 700 kilogram ആണ്. അപ്പൊ നമുക്ക് 300 kilograms നമുക്ക് ബാക്കിയുണ്ട്, ബാലൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. അത് അടുത്ത അക്കൗണ്ടിങ് ഇയറിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ സെല് ചെയ്യുമായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു അസറ്റ് ആണത്. ഓക്കെ, അപ്പൊ ഈ മാച്ചിങ് കോൺസെപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ 300 kilogramsന്റെ വാല്യൂ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലും കാണിക്കണം. ഓക്കെ, ആ വാല്യൂ എത്ര കാണിക്കണം? നമ്മൾ 10 രൂപയ്ക്കാണ് മേടിച്ചത്. ഓക്കെ, അപ്പോൾ 300 kilogramന് 3000 രൂപ കാണിച്ചാൽ മതിയോ? അതോ 300 × 15 സെല്ലിംഗ് പ്രൈസ് 4,500 കാണിക്കണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാല്യൂല് കാണിക്കണോ? അതായത് ഈ ക്ലോസിംഗ് ഇൻവെന്ററിയുടെ ക്യാരിയിങ് എമൗണ്ട് എത്രയായിരിക്കണം? അതൊരു അക്കൗണ്ടിങ് പ്രോബ്ലമാണ്. ഓക്കെ, ആ പ്രോബ്ലമാണ് ശരിക്കും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഡീൽസ് വിത്ത് ദി അക്കൗണ്ടിങ് ആൻഡ് ഡിസ്ക്ലോസർ ഓഫ് ഇൻവെന്ററീസ് നമ്പർ 1. അതായത് ഇൻവെന്ററിയുടെ അക്കൗണ്ടിങ്ങും അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പ്രധാനമായിട്ടും പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഹൗ കോസ്റ്റ് ക്യാൻ ബി അസർട്ടൈൻഡ് ഓർ ഹൗ കോസ്റ്റ് ഷുഡ് ബി ഡിറ്റർമിൻഡ്. കോസ്റ്റിന്റെ ഡിറ്റർമിനേഷൻ എങ്ങനെയായിരിക്കണം? ഇൻവെന്ററി ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസിന്റെ റെക്കഗ്നിഷൻ എങ്ങനെയായിരിക്കണം? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഏത് എമൗണ്ടിൽ ഇൻവെന്ററി ക്യാരി ചെയ്യണം? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നൗ വി കം ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഇൻവെന്ററി ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2? Or what is the meaning of inventory as per Accounting Standard 2? Accounting Standard 2 says that inventories are assets held for sale in the ordinary course of business. നമുക്കറിയാം എന്താണത്? ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതായത് നമ്മുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നമ്മൾ സെല് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന അസറ്റ്സ്,
അത് നമുക്ക് ഇൻവെൻട്രിയിൽ പെടുത്താം. ഒന്നാമത്തെ കാര്യമാണ്. ഇൻ ദ കേസ് ഓഫ് എ കാർ മാനുഫാക്ചറിങ് യൂണിറ്റ്, എ മോട്ടോർ കാർ വിച്ച് ഈസ് റെഡി ടു ബി ഡെസ്പാച്ച് ടു ദ ഡീലേഴ്സ്, നമുക്ക് ഇൻവെൻട്രി എന്നുള്ള കാര്യത്തിൽ പെടുത്താവുന്നതാണ്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇൻവെൻട്രി എന്ന് പറയും ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ റീസെയിലും ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഫോർ സെയിലും ഉണ്ട്. വിൽക്കാൻ വേണ്ടി നമ്മൾ മേടിച്ചതും ഉണ്ടാവാം. ട്രേഡറിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ വിൽക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് രണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഈ രണ്ട് കാര്യവും ആദ്യത്തെ കാര്യത്തിലാണ് വരിക. അസറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ഓക്കെ, വേറൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഫുഡ് മർച്ചൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അസറ്റായിട്ട് ഒരു കാർ ഉണ്ടായേക്കാം. ആ കാറ് ഒരിക്കലും അയാളുടെ ഇൻവെൻട്രി അല്ല, അയാളുടെ ഫിക്സ്ഡ് അസറ്റ് ആണ്. അപ്പോൾ ഒരു ഐറ്റം, ഒരു അസറ്റ്, അത് ഇൻവെൻട്രി ആണോ അതോ ഫിക്സ്ഡ് അസറ്റ് ആണോ എന്നുള്ള കാര്യം അയാളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്പർ 1 ഫിനിഷ്ഡ് ഗുഡ്സ് ഹെൽഡ് ഫോർ സെയിൽ ഇൻ ദി നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. നമ്പർ 2 അസറ്റ്സ് വിച്ച് ആർ ഇൻ ദി പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ സച്ച് സെയിൽ. വിൽക്കാനുള്ള പാകത്തിനായിട്ടില്ല, അതിന് മുമ്പുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുവാണ്. ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിംഗ് യൂണിറ്റിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ എ കാർ വിച്ച് ഈസ് ഇൻ ദി അസംബ്ലി ലൈൻ എന്ന് വെച്ചാൽ അത് സെല് ചെയ്യാനായിട്ട് ഡീലേഴ്സിന് കൊടുക്കാറായിട്ടില്ല. നമുക്കറിയാം എന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. എന്നുവെച്ചാൽ സം വർക്ക് ഹാസ് ബീൻ ഡൺ ഓൺ ദി റോ മെറ്റീരിയൽ, പക്ഷെ അത് ഫിനിഷ്ഡ് ആയിട്ടില്ല. ഓക്കെ, നമ്പർ 3 അസറ്റ്സ് ഇൻ ദ ഫോം ഓഫ് മെറ്റീരിയൽസ് ഓർ സപ്ലൈസ് ടു ബി കൺസ്യൂംഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ് ഓർ ഇൻ റെൻഡറിങ് സർവീസസ്. അതായത് നമ്മൾ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ സപ്ലൈസ് അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് ലൂസ് ടൂൾസ് അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് വേണമെങ്കിൽ അത് ഇൻവെൻട്രി എന്നുള്ള കാര്യത്തിൽ പെടുത്താനായിട്ട് പറ്റും. ഇപ്പം കാർ മാനുഫാക്ചറിംഗ് യൂണിറ്റിൻ്റെ കാര്യത്തിന് ടയർ അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ്, ഇതെല്ലാം നമുക്ക് എന്തെങ്കിലും കാറ്റഗറി പെടുത്താം, ഇൻവെൻട്രി എന്നുള്ള ഡെഫിനിഷനിൽ പെടുത്താവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മളൊരു ഫിക്സ് അസറ്റുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്പെയർ പാർട്സ്, ഒരു മെഷറിയായിട്ട് ബന്ധപ്പെടുത്തി മാത്രമാണ് ആ സ്പെയർ പാർട്ട് ഉപയോഗിക്കാറുള്ളൂ. ആ സ്പെയർ പാർട്ടിന് നമുക്ക് ഒരിക്കലും ഇൻവെൻട്രി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്താനായിട്ട് പറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിലുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് ഇൻവെൻട്രി ആയിട്ട് പെടുത്താൻ പറ്റില്ല. ഒരു സർവീസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് ഇതൊന്നും നമുക്ക് ഇൻവെൻട്രി ആയിട്ട് പെടുത്താൻ പറ്റില്ല. ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഫോർ സെയിൽ, പർച്ചേസ്ഡ് ഫോർ റീസെയിൽ, രണ്ട് കാര്യം വരാം. വർക്ക് ഇൻ പ്രോഗ്രസ് നമ്പർ 2. നമ്പർ 3 എന്താണ്? കൺസ്യൂമബിൾസ് ആണ്, മെറ്റീരിയൽസ് ഓർ സപ്ലൈസ് ടു ബി കൺസ്യൂംഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്. ഈ 3 കാര്യങ്ങളാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഇൻവെൻട്രിയുടെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. നൗ വി കം ടു ദി വെരി ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് ബി ദി ക്യാരിയിങ് എമൗണ്ട് ഓഫ് ഇൻവെൻട്രി ഇൻ ദി ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്? വാട്ട് ഡസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 സേ? ഈ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഇതാണ്. Inventory should be valued at cost price or net realizable value whichever is lower. ഇതാണ് ഈ സ്റ്റാൻഡേർഡിൻ്റെ ക്രക്സ് ആയിട്ടുള്ള കാര്യം. Inventory should be valued at cost price or net realizable value whichever is lower. For example, if the cost of the closing stock is 20,000 and the net realizable value is only 17,000, then we can write only 17,000 in the trading profit loss account and balance sheet. ഇതിൻ്റെ ഏതാണോ ചെറുത് അതാണ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് വാല്യൂ ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഒരു കൺസർവേറ്റിസം എന്ന് പറയുന്നിട്ടുള്ള പ്രിൻസിപ്പിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആയിട്ട് ഇവിടെ അത് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു അക്കൗണ്ടൻ്റ് ഒരു അക്കൗണ്ടിങ് പോളിസി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ക്രൈറ്റീരിയ, അതിൻ്റെ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു പ്രുഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റിസം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കോസ്റ്റ് പ്രൈസ് ആണോ നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണോ ഏതാണോ ചെറുത് അതാണ് എഴുതേണ്ടത്. നമ്മൾ വലിയൊരു എമൗണ്ട് എഴുതി കഴിഞ്ഞാൽ ഏതാണോ വലുത് അത് എഴുതി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഇൻഫ്ലേറ്റഡ് ആവും, പ്രോഫിറ്റ് കൂടി. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഒരു പോളിസി, ഈ ഒരു സ്റ്റാൻഡേർഡിന് ഇൻവെൻട്രിക്ക് ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ലോസിൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നൗ വി കം ടു ദി 4th question. What do you mean by cost of inventories? Earlier we understood that inventories should be valued at a cost price or net realizable value whichever is lower. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ കോസ്റ്റോ NRV-യോ ഏതാണോ ചെറുത് അതിനാണ് വാല്യൂ വേണ്ടത്. അപ്പോൾ ഈ കോസ്റ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ വരാം എന്നുള്ള കാര്യമാണ്. നമ്പർ 1 ഈസ് കോസ്റ്റ് ഓഫ് പർച്ചേസ്. നമ്പർ 1 കോസ്റ്റ് ഓഫ് പർച്ചേസ് സിംപ്ലി മീൻസ് പർച്ചേസ് പ്രൈസ്.
ദാറ്റ് പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ്സ് എക്സൈസ് ഡ്യൂട്ടി ആൻഡ് അതർ ടാക്സസ് ഉൾപ്പെടെയാണ്. ഓക്കെ, അതേപോലെ ക്യാരേജ് ഇൻവേർഡ് അതിൻ്റെ അകത്ത് വരും, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതിൻ്റെ അകത്ത് വരും, നമ്മൾ അന്ന് പാക്കിംഗ് ചാർജ് അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം കാര്യങ്ങളും ഈ പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ അടച്ച ടാക്സോ അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടിയോ എന്തെങ്കിലും നമുക്ക് റീക്ലെയിം ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ഡ്യൂട്ടി ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിംപ്ലി പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ്സ് എക്സൈസ് ഡ്യൂട്ടി ആൻഡ് ടാക്സസ്, നമ്പർ 1. നമ്പർ 2, കോസ്റ്റ് ഓഫ് കൺവേർഷൻ. കോസ്റ്റ് ഓഫ് കൺവേർഷൻ സിംപ്ലി മീൻസ് നമുക്കറിയാം, നമ്മളൊരു മെറ്റീരിയൽ മേടിച്ചു, അതിനെ നമ്മളൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ കൺവേർഷൻ കോസ്റ്റ് ആയിട്ട് ഇൻവെന്ററിയുടെ കോസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന കാര്യമാണ്. യു ടേക്ക് ദി കേസ് ഓഫ് എ ടീഷർട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ്. ക്ലോത്ത് നമ്മൾ പർച്ചേസ് ചെയ്തു, അപ്പോൾ അതിൻ്റെ പർച്ചേസ് പ്രൈസ് ആദ്യത്തെ കാര്യത്തിൽ വന്നു, കോസ്റ്റ് ഓഫ് പർച്ചേസ്. നമ്പർ 2, നമ്മൾ അതിനെ സ്റ്റിച്ചിങ് ഒരാൾ അപ്പോയിന്റ് ചെയ്തു, ആ സ്റ്റിച്ചിങ്ങിന് ഒരു ടീഷർട്ടിന് 50 രൂപ വെച്ചോ 100 രൂപ വെച്ചോ സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ടീഷർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വരുന്ന ഒരു കോസ്റ്റാണ്, ഒരു ഡയറക്റ്റ് ലേബർ ആണ്. അതാണ് നമ്മൾ കൺവേർഷൻ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ലേബർ മാത്രമല്ല വരിക, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില ഫിക്സഡ് വേരിയബിൾ ഓവർഹെഡ് എല്ലാം ഈ കൺവേർഷൻ കോസ്റ്റിൻ്റെ അകത്ത് വരാം. ഓക്കെ, നമ്പർ 3, അതർ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ബ്രിങ്ങിങ് ദ ഇൻവെന്ററീസ് ടു ദ പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ. നമ്മൾ വേറെ എന്തെങ്കിലും കോസ്റ്റ് ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് ഇൻവെന്ററിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു നമ്മുടെ ഇൻവെന്ററി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കസ്റ്റമറിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തു, ആ കസ്റ്റമറിന് കൊടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ ഡിസൈനിങ്ങിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ ക്യാരേജ് ഔട്ട്വേർഡ്, അല്ലെങ്കിൽ നമ്മൾ ഗുഡ്സ് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്തു, അത്തരം കോസ്റ്റുകളൊന്നും ഇൻവെന്ററിയുടെ കോസ്റ്റിൽ നമുക്ക് പെടുത്താനായിട്ട് പറ്റും. നൗ വി കം ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് NRV? വാട്ട് ഈസ് നെറ്റ് റിയലൈസബിൾ വാല്യൂ? പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന കാര്യത്തിന്. സോ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഈസ് ദി എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ലെസ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് ദി സെയിൽ. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് 2 കാര്യങ്ങൾ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് റിയലൈസബിൾ വാല്യൂ കിട്ടുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു ഐറ്റത്തിൻ്റെ കോസ്റ്റ് 10,000 ആണ്, അതിൻ്റെ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് 12,000 ആണ്. കോസ്റ്റ് 10,000 ആണ്, എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് 12,000 ആണ്. പക്ഷെ നമുക്കത് ആ ഐറ്റം വിൽക്കുന്നതിന് വേണ്ടി കംപ്ലീറ്റഡ് ആയിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമുക്കൊരു 1,500 രൂപയുടെ മുടക്കണം. 1,500 കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ ഉണ്ട്. അതുകൂടാണ്ട് സെല്ല് ചെയ്യാനായിട്ട് സെല്ലിംഗ് എക്സ്പെൻസ് ഒരു 1,000 രൂപയും കൂടെ വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് 12,000 ആണ്, മൈനസ് മോഡിഫിക്കേഷൻ കോസ്റ്റ് എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ 1,500 ആണ് പറഞ്ഞത്, അത് മൈനസ് ചെയ്യുമ്പോൾ 10,500. 1,000 റുപ്പീസ് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്, അത് മൈനസ് ചെയ്യുമ്പോൾ 9,500. അതാണ് NRV. അപ്പോൾ കോസ്റ്റ് 10,000 എന്ന് ആദ്യം പറഞ്ഞിരുന്നു, ഇപ്പം NRV 9,500 ആണ്. അപ്പോൾ NRVയിലാണ് നമ്മൾ ഈ പറയുന്ന ഐറ്റം നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും നമ്മൾ ക്യാരി ചെയ്യാൻ പോകുന്നത്. Now we come to the last question. What are the things to be disclosed according to Accounting Standard 2? According to Accounting Standard 2, in the financial statements, the business entities should disclose the accounting policies with regard to measurement of inventory. That means the cost formula should be disclosed. Whether it is FIFO or LIFO or simple average, that cost formula should be disclosed in the financial statements, number 1. Number 2, the carrying amount of inventory with the classification of inventory is required. നമ്മൾ ഏത് എമൗണ്ടിലാണ് ഇൻവെന്ററിക്ക് ക്ലോസിംഗ് ഇൻവെന്ററി ക്യാരി ചെയ്യുന്നതെന്നുള്ള കാണിക്കുമ്പോൾ ഇൻവെന്ററിയുടെ ക്ലാസിഫിക്കേഷനും കൊടുക്കണം. ദാറ്റ് മീൻസ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് റോ മെറ്റീരിയൽ, അങ്ങനെ തിരിച്ചു കൊടുക്കണം. ഇത്രയും ഡിസ്ക്ലോസറാണ് നമുക്ക് AS2 ആയിട്ട് ബന്ധപ്പെടുത്തി വേണ്ടത്. താങ്ക് യു.